സോ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഒറ്റ പർട്ടിക്കുലർ ഒരു സബ്ജക്റ്റിനെ പറ്റി മാത്രം സംസാരിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. കുറച്ച് മൾട്ടിപ്പിളായിട്ട് കുറച്ചേറെ കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ മാത്രമേ വീഡിയോ കാണാം. കാണുന്നെങ്കിൽ വീഡിയോ മാക്സിമം ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ടൈം ഇല്ലെങ്കിൽ വീഡിയോ വാച്ച് ചെയ്യാതിരിക്കുക, അതായിരിക്കും ബെറ്റർ. ഒന്നാമത്തെ കാര്യം, കുറച്ച് ആൾക്കാരോട് സംസാരിച്ചത് വെച്ചിട്ടും പല സിനാരിയോയിൽ കണ്ടത് വെച്ചിട്ടും എനിക്ക് പറയണമെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ ബ്ലെൻഡ് ചെയ്തിട്ട് എൻ്റെ ലൈഫിലെ റൊട്ടീനും അല്ലെങ്കിൽ ആസ് എ ട്രേഡർ ഞാൻ നേരിടുന്ന പല പ്രശ്നങ്ങളും നിങ്ങളും ഈ ഒരു സെയിം സിറ്റുവേഷനൊക്കെ കടന്നു പോകും. സോ ഇറ്റ് വിൽ ഹെൽപ്പ് യു ഗൈസ് ആൻഡ് ജസ്റ്റ് എ റാൻഡം റോ ടോക്ക് അബൌട്ട് ട്രേഡിങ് കരിയർ. ആദ്യം ഞാനൊരു ബിഗിനിങ് സ്റ്റേജിനെ പറ്റി പറയാം. അതായത് എല്ലാവർക്കും ഇപ്പോൾ എക്സാമ്പിൾ പറയാൻ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അറിയാമല്ലോ, എൻ്റെ കൂടെ ട്രേഡ് ചെയ്യുന്ന വിക്കിയെ അറിയാം. വിക്കി അവൻ 2 ഇയർ മുന്നേ, 2 വർഷത്തിന് മുന്നേ ട്രേഡിങ് എൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിച്ച ഒരാളാണ് ആക്ച്വലി. പക്ഷേ അവന് എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു 1-2 മാസമേ സസ്റ്റെയിൻ ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോഴത്തേനും അവൻ തിരിച്ച് അവൻ്റെ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഡൽഹിയിലേക്ക് പോയി. പിന്നെ ലിറ്ററലി ആ 2 വർഷവും പിന്നെ 2-3 മാസവും അവൻ ലിറ്ററലി ട്രേഡിംഗ് എന്ന് പറയുന്നൊരു സംഭവം നോക്കിയിട്ടേ ഇല്ല. അപ്പം അവന് കംപ്ലീറ്റ്ലി ടച്ച് വിട്ടുപോയി. പിന്നെ അവൻ തിരിച്ചു വന്നിപ്പോൾ ഓൾമോസ്റ്റ് 2 months ആവുന്നു. അവനെ പതിയെ പാച്ചപ്പ് ചെയ്ത് ബാക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അവൻ്റെ ഒരു അക്കൗണ്ട് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കുഴപ്പമില്ലാത്ത രീതിയിൽ അക്കൗണ്ട് പോകുന്നു. ബട്ട് സ്റ്റിൽ അവനിപ്പോഴും ഒരു വിഡ്രോയിലേക്ക് എത്തുമോ അല്ലെങ്കിൽ ഇതിനകത്തൊന്നും റിവാർഡ് എടുത്ത് കണ്ടിട്ടില്ല. അപ്പം ഞാൻ അവനൊരു ബിഗിനർ എന്നുള്ളൊരു കാറ്റഗറിയിൽ ആഡ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു സെയിം സിറ്റുവേഷനിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവൻ എന്നോട് ഇന്നലെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ അവനെ ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഈ ഒരു സെയിം സിറ്റുവേഷനിൽ നിൽക്കുന്ന വേറെ കുറേ ആൾക്കാരുണ്ടാവല്ലോ. അപ്പം അവരോടൊക്കെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എൻ്റെ ഒരു ഒപ്പീനിയൻ, എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ഒരു മേജർ കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമാണ്. ആക്ച്വലി നമ്മൾ ഈ ഒരു ട്രേഡിങ്ങിന് വേണ്ടി കൊടുക്കുന്ന സമയം നിങ്ങളുടെ ലൈഫിലെ ഒരു വലിയൊരു പാർട്ടാണല്ലോ നിങ്ങൾ ഈ ട്രേഡിങ്ങിന് വേണ്ടി കൊടുക്കുക എന്ന് പറയുന്ന സമയം. അപ്പോൾ ഈ സമയം വെറുതെ ആകുമോ എന്നുള്ളൊരു തോട്ട് ഉണ്ടാകും. അത് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ട്രേഡ് ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒരു സെയിം തോട്ട് ഉണ്ടാകും. അത് ആരുടെയും കുറ്റമല്ല. ലൈക്ക് നമുക്കിപ്പോൾ വേറെ എന്തെങ്കിലും ഒരു സ്കില്ല് പഠിച്ച് നമുക്ക് പെട്ടെന്ന് അതിനകത്തുനിന്ന് ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കുന്ന പോലെ ഒരു ഗ്രാജുവൽ പെട്ടെന്ന് ഒരു ഗ്രോത്ത് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ കഴിയില്ല. കാര്യം നമ്മൾ ജസ്റ്റ് പഠിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾ ആസ് എ പേഴ്സൺ നമ്മൾ എന്താണ്, അതാണ് ചാർട്ടിൽ റിഫ്ലക്റ്റ് ആവുന്നത്. അപ്പോൾ പല കാര്യങ്ങളും നമുക്ക് ഗിവ് അപ്പ് ചെയ്യാൻ പറ്റാത്തതായിട്ടുണ്ടാവും. നമ്മുടെ ഈഗോ, നമ്മുടെ നമ്മുടെ ഓരോ കാര്യത്തിലുള്ള പേഴ്സ്പെക്റ്റീവ്, ഇതെല്ലാം നമ്മുടെ ട്രേഡിങ്ങിനെ എഫക്റ്റ് ചെയ്യും. അപ്പം നിങ്ങൾ ജസ്റ്റ് ട്രേഡിങ് എത്ര നാൾ കൊണ്ട് പഠിക്കുന്നു എന്നുള്ളതൊരു മാറ്റർ കൊണ്ട് ഇതിനെ കാണുവാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇതിനകത്തൊരു ക്ലച്ച് കിട്ടത്തില്ല. ആക്ച്വലി ആദ്യം മനസ്സിലാക്കുക, ട്രേഡിങ് എന്ന് പറയുന്നത് ഒരു കോയിൻ്റെ 2 പാർട്ട് പോലെയാണ്. അതായത് ഒരു സൈഡ് സൈക്കോളജി, ഒരു സൈഡ് നിങ്ങളുടെ എഡ്ജ്, ട്രേഡിങ് സെറ്റപ്പ്, നിങ്ങളുടെ ട്രേഡിങ് സ്കില്ല് എന്നുള്ളൊരു സംഭവമാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഒരു ട്രാക്ക് റേസ് എടുക്കുക, വണ്ടി ഓടിക്കുന്ന ട്രാക്ക് റേസ്. അവിടെ നമുക്ക് ഒരു നല്ല പ്രോ റൈഡറും പിന്നെ ഒന്നും അറിയാത്ത നോർമലായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരു സ്പ്ലെൻഡർ ഓടിച്ച് നടക്കുന്ന ഒരാളെ കൊണ്ടുപോയിട്ട് ഒരു ട്രാക്കിൽ നിർത്തുവാണെങ്കിൽ ഇവർ ആദ്യത്തെ ഈ ട്രാക്കിൽ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾ ഒബ്വിയസ്ലി അത് നല്ല രീതിയിൽ തന്നെ റൈഡ് ചെയ്യും. മറ്റേ ആൾ അതിനകത്ത് ഫെയിൽ ആവാനോ അല്ലെങ്കിൽ അത്ര ക്ലിയർ ആയിട്ട് റൈഡ് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. അപ്പോൾ വൺസ് ഒരു ആക്സിഡൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ സംഭവിക്കുമ്പോൾ ആദ്യമേ അവർ ബ്ലെയിം ചെയ്യുന്നത് എന്താണ്? അവരുടെ സ്കിൽ ഇഷ്യൂ. നിനക്കിത് അറിയത്തില്ലല്ലോ, നീ ഇത്രയും നാൾ ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് നീ ഇത് ചെയ്തത്, നീ അവൻ്റെ കൂടെ ആണോ മത്സരിക്കാൻ പോകുന്നത് എന്നുള്ളൊരു സംഭവം. സോ സ്കില്ല് അവിടെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഈ സെയിം തന്നെ മറ്റേ ആൾക്കാണ്, ഈ സ്കില്ലുള്ള ഒരാൾക്കാണ് സംഭവിച്ചെങ്കിൽ, സ്കില്ലുള്ള ഒരാൾക്കാണ് ഈ ഒരു ആക്സിഡൻറ്റോ ഡിസാസ്റ്ററോ സംഭവിച്ചെങ്കിൽ ആൾക്കാർ ഡയറക്റ്റ്ലി അവരുടെ സ്കില്ലിനെ അല്ല പറയുക, നിനക്ക് എന്താ പറ്റിയ, റോഡിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നോ, വണ്ടിക്ക് എന്തെങ്കിലും ഇഷ്യൂ പറ്റിയതാണോ. ഞാൻ പറഞ്ഞു മനസ്സിലായി, പേഴ്സ്പെക്റ്റീവ് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം ട്രേഡിങ്ങിൽ ഞാൻ എന്തിനാണ് ഒരു എക്സാമ്പിൾ എടുത്തത്, ട്രേഡിങ്ങിലേക്ക് വരുമ്പോഴായാലും വൺസ് യു ഹാവ് ആൻ എഡ്ജ്, നിങ്ങൾക്ക് ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയണമെങ്കിൽ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ
ഞാൻ എന്തെങ്കിലും ഒരു മണ്ടത്തരം കാണിച്ച് എൻ്റെ അക്കൗണ്ട് ബ്ലോക്ക് ആക്കുവോ അല്ലെങ്കിൽ എന്തെങ്കിലും കാണിച്ച് മാർക്കറ്റ് ഈസ് ഓൾവേസ് പെർഫെക്റ്റ് എന്നുള്ളതാണ് എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ ഞാൻ കണ്ടിട്ടുള്ളത്. അതായത് എൻ്റെ സ്കില്ല്, എനിക്കുള്ള എഡ്ജ്, എൻ്റെ സെറ്റപ്പ് എല്ലാം അടിപൊളിയാണ്. ഇപ്പം ഞാൻ അതിനകത്തൊരു മിസ്റ്റേക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ മാത്രം കുഴപ്പമാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പം എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതെന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ട്രേഡ് എടുക്കുന്ന മാർക്കറ്റ് ഏതാണ്, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ആ റൈഡ് ചെയ്യുന്ന അത് എത്ര നല്ല റൈഡറാണെന്ന് പറഞ്ഞാലും ആ ട്രാക്ക് നല്ലതല്ലെങ്കിൽ ആ കാർഡ് ഫുൾ പൊട്ടൻഷ്യൽ പെർഫോം ചെയ്യാൻ കഴിയില്ല. അപ്പം എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുപോലെയല്ല ട്രേഡിങ്. അപ്പോൾ ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഈ ഒരു സ്കില്ലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആണ്. നോർമൽ ഒരു സ്കില്ല് പോലെ അല്ല, ഭയങ്കര ഹൈ ആണ് ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്, നമ്മളെല്ലാം കറക്റ്റായിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടെങ്കിൽ തന്നെ ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനോട്ടുള്ള ഉള്ളൊരു ചിന്ത, അല്ലെങ്കിൽ ഞാൻ കറക്റ്റാണോ, ഞാൻ ഫുഡ് കഴിക്കുന്നത് കറക്റ്റാണോ, ഞാൻ ഉറങ്ങുന്നത് കറക്റ്റാണോ, ആസ് എ പേഴ്സൺ ഞാൻ എൻ്റെ ലൈഫ് റുട്ടീൻ കറക്റ്റാണോ, ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് ഇതെല്ലാം കറക്റ്റ് ആക്കുന്നത് വരെ നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ ഒരു ഉയർച്ച ഉണ്ടാകാൻ പോകുന്നില്ല. ഞാൻ ഈ പറയുന്നത് നെഗറ്റീവാണ്, ഇവൻ നെഗറ്റീവാണല്ലോ, ഫുൾ നെഗറ്റീവാണല്ലോ പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ തോന്നാം. പക്ഷേ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്ക് മനസ്സിലായാൽ തന്നെ പകുതി നമ്മൾ പിന്നീട് ചെയ്യില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ചെയ്ത മണ്ടത്തരങ്ങളും തെറ്റുകളും അന്ന് എനിക്ക് ആരും പറഞ്ഞു തന്നേരം ഞാനത് പിന്നെ ചെയ്യില്ലല്ലോ. അപ്പോൾ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ മിസ്റ്റേക്കുകളും തെറ്റുകളും പറഞ്ഞു തരുന്ന ഒരാളാണ് ഏറ്റവും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്. ദാറ്റ് ഡസൻറ്റ് മീൻ ഞാനിപ്പോൾ ഇത് പറയുന്നതുകൊണ്ട് ഞാൻ അടിപൊളിയാണെന്നല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞാണ്. ഞാൻ എപ്പോഴും ആൾക്കാരോട് സംസാരിക്കുമ്പോഴായാലും ആൾക്കാരുടെ തോട്ടും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഒരു ഹോളി സൈഡാണ്. യെസ്, ട്രേഡിങ് ക്യാൻ മേക്ക് യു നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറം നിങ്ങളെ ലെവലിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്കില്ലാണ് ട്രേഡിങ്. പക്ഷെ അതേപോലെ ഒരു സ്കില്ലിലേക്ക് നിങ്ങളൊരു വേറെ രീതിയിലുള്ള മൈൻഡ് സെറ്റിലാണ് ഞാനായാലും എല്ലാവരും വന്നുപെടുന്നത് അങ്ങനെയാണ് ആക്ച്വലി. അല്ലാതെ ട്രേഡിങ്ങിനോടുള്ള പാഷൻ എന്നൊക്കെ പറഞ്ഞു വരുന്നവരൊക്കെ ലിറ്ററലി ചുമ്മാതെ. ആക്ച്വലി പൈസയാണ് മെയിനായിട്ട് വേണ്ടത്. അല്ലാതെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നേരത്തെ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഏതൊരു പ്ലാറ്റ്ഫോം ആണെങ്കിലും അതിനകത്തുനിന്ന് റിവാർഡ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ മടുത്ത് തുടങ്ങും. ഒബ്വിയസ്ലി നമുക്ക് അതിനകത്തുനിന്നൊരു എന്താണ് പറയുക, റിവാർഡ് ഉണ്ടായിരിക്കണം. അതിന് എത്രത്തോളം പ്ലഷർ തരുന്ന സാധനമാണെങ്കിൽ പോലും അത് നമ്മൾ ഒരു രീതി എത്തുമ്പോൾ അത് മടുക്കും ആക്ച്വലി. അപ്പം ഇവിടെ റിവാർഡ് എന്ന് പറയുന്നത് മണിയാണ്. ഈ മണി വരുമ്പോഴാണ് മണി, ഫ്രീഡം, കാര്യങ്ങളും എല്ലാം നമുക്കുണ്ടാവും. ക്യാഷ് ഉണ്ടെങ്കിൽ ഫ്രീഡം ഉണ്ട് ആക്ച്വലി. പറഞ്ഞു മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഈ ഒരു ഫ്ലെക്സ് മുമ്പോട്ട് പോകുന്നത്. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ തുടക്കക്കാരെ മെയിനായിട്ടാണ് ഈ പറയുന്നത്. അതായത് പീപ്പിൾ ഹു ആർ സ്ട്രഗ്ലിങ് ആക്ച്വലി. വൺസ് നിങ്ങൾ ട്രേഡൊക്കെ ചെയ്ത് നിങ്ങൾ ഇതിൻ്റെ ആ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ മുതൽ നിങ്ങൾ മെൻ്റലി നിങ്ങളെ ഒരു പാരാസൈറ്റ് നിങ്ങളുടെ ബ്രെയിനിലേക്ക് കയറുക എന്നുള്ള രീതിയാണ്. അത് നിങ്ങളെ ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഈ പറയുന്നതെല്ലാം ക്ലിയർ ആയിട്ട് കേൾക്കുക. നശിപ്പിച്ചുകൊണ്ടിരിക്കും എന്ന് പറയുന്നത് ഇത് നിങ്ങൾ കറക്റ്റായിട്ടല്ല യൂസ് ചെയ്യുന്നെങ്കിൽ. അതായത് ഇപ്പം നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് നിങ്ങൾ അത്യാവശ്യം ഒരു മന്തിൽ ഒരു വിഡ്രോവൽ എടുത്തു, നിങ്ങൾ പ്രോഫിറ്റ് ആയി എന്ന് വിചാരിക്കുക. പിന്നീട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു ജോബിലേക്ക് മടങ്ങിപ്പോകാൻ പറ്റത്തില്ല. ടു ബി ഓണസ്റ്റ്, ഓപ്പണായിട്ട്. പിന്നെ നിങ്ങൾ വേറെ എന്തെങ്കിലും ജോലി നിങ്ങൾ ഗതികേട് കൊണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്തേക്ക് തിരിച്ചു വരാനുള്ള ക്യാപിറ്റൽ ബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഫണ്ട് അക്കൗണ്ട് എടുക്കാനുള്ള ക്യാഷ് ബിൽഡ് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും നിങ്ങൾ ആ ജോലി ചെയ്യുക. കാര്യം ട്രേഡിങ്ങിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. വൺസ് നിങ്ങളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു 15,000 രൂപ 20,000 രൂപ ഇപ്പോൾ കേരളത്തിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ഒരു ബേസിക് സാലറി എന്ന് പറയുന്നത് തന്നെ 15,000-20,000 രൂപയൊക്കെയാണ്. നിങ്ങൾക്കിത് കിട്ടുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ചിന്തിക്കുന്നത് അന്ന് ഞാൻ ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ക്യാഷാണ് എനിക്കൊരു മാസം കൊണ്ട് കിട്ടുന്നത്. അപ്പം ഈ ഒരു തോട്ട് എപ്പോഴും നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. ഈ ഒരു ചിന്ത നിങ്ങളെ ഇട്ടിങ്ങനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും. ട്രേഡിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജും അറ്റ് ദ സെയിം ടൈം ഒരു ഡിസഡ്വാൻറ്റേജും ആയിട്ട് എനിക്കിത് പറയേണ്ടതായിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ചിന്തിക്കണം, ഇങ്ങനെ ഈ ഒരു ജോബ് പോലെ ഒരു കണ്ടിന്യൂസ് എല്ലാം വന്നും കിട്ടുന്ന പോലെ ഒരു ഫിക്സ്ഡ് ഒരു എമൗണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ എന്തെങ്കിലും ഒരു ലൈബിലിറ്റി അല്ലെങ്കിൽ ഒരു ഡെപ്റ്റ് എൻ്റെ നേരെ ഞാൻ എടുക്കുകയാണെങ്കിൽ, സേ ഫോർ ആൻ എക്സാമ്പിൾ, ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ എനിക്കൊരു കാറ് മേടിക്കണം എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഒരു ബൈക്ക് മേടിക്കണം, അല്ലെങ്കിൽ ഒരു വീട് വെക്കണം എന്ന് വിചാരിച്ചു. ഞാൻ ഒരിക്കലും അത് ലോൺ ആക്കത്തില്ല. കാര്യം എൻ്റെ ക്യാഷ് ഉണ്ടെങ്കിലേ ഞാനത് മേടിക്കത്തുള്ളൂ. കാര്യം ലോൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോഴത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാനിപ്പം എൻ്റെ ഈ ജേർണി ഇപ്പോഴത്തെ കാര്യം ഞാൻ പറയുന്നത്. ആസ് ഓഫ് നൗ എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടല്ലേ ഞാൻ മേടിക്കത്തുള്ളൂ. അല്ലെ ഇപ്പോൾ സേ ഫോർ ആൻ എക്സാമ്പിൾ, ഞാനൊരു 1 lakh എല്ലാ മാസവും സാലറി ഉള്ള ഒരാളാണെങ്കിൽ എനിക്ക് ഷുവറാണ്, ആക്ച്വലി ഓൾമോസ്റ്റ് ഷുവറാണ്. ഇനി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്, ജോലി പോവുക എന്നുള്ള കാര്യങ്ങളൊക്കെ.
പക്ഷേ ഓൾമോസ്റ്റ് ഷുവറാണ് എനിക്ക് എന്താണ് എല്ലാ മന്ത്ലി സാലറി കിട്ടും, അപ്പോൾ അതിനകത്തുനിന്ന് കുറച്ച് എമൗണ്ട് എടുത്തിട്ട് എനിക്ക് എൻ്റെ EMI അടച്ചാൽ മതി എന്നുള്ളത്. പക്ഷേ ഈ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഷുവർനെസ് ഇല്ല. അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. ഇപ്പം ഒരു ഫുൾ ടൈം ട്രേഡറാണ്, കണ്ടിന്യൂസ്ലി ഇത്രയും നാൾ ഇത്രയും മന്ത് അല്ലെങ്കിൽ ഇത്ര രൂപ വെച്ച് ഞാൻ വിഡ്രോൾ എടുക്കുന്നു എന്ന് പറയാൻ എനിക്ക് കാര്യം, ഞാൻ മനുഷ്യനാണ്. ഐ വിൽ മേക്ക് മിസ്റ്റേക്ക്. ഞാൻ മിസ്റ്റേക്കുകളും ഉണ്ടാക്കാം. എൻ്റെ ചില മാസങ്ങൾ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ചില മാസങ്ങൾ മാർക്കറ്റിൽ ട്രേഡ് ഞാൻ ചെയ്യാറില്ല ആക്ച്വലി. അപ്പോൾ ഇതിൽ ബാക്ക് ഫണ്ട് ഞാൻ ബിൽഡ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ചില മാസങ്ങൾ ഞാൻ ഡ്രോ ഡൗണിലാവുന്ന മാസങ്ങളുണ്ടാവും. ചില മാസങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അപ്പ് പോകുന്ന മാസങ്ങളുണ്ടാവും. ചില മാസങ്ങളിൽ ബ്രേക്ക് ഈവൻ എൻഡ് ചെയ്യേണ്ട മാസങ്ങളുണ്ടാവും. പിന്നെ ചില മാസങ്ങളും ദിവസങ്ങളും ഒക്കെ മെൻ്റലി ഓക്കെ അല്ല. ഞാൻ മനുഷ്യനാണ്, എനിക്ക് ഇമോഷൻസ് ഉണ്ട്, എല്ലാവർക്കും ഇതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പേഴ്സ്പെക്റ്റീവിലാണ് ഇതിനെ കാണേണ്ടത് ആക്ച്വലി. അപ്പോൾ ഈ ഒരു ഫാക്ടർ മൈൻഡിൽ വെച്ചുകൊണ്ട് നമ്മൾ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കുറേ കൂടെയൊക്കെ ഒന്ന് റിയലായിട്ട് നമുക്ക് ഇതിനോട് പിടിച്ചിരിക്കാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞ ഒരു ലോസ് വരുമ്പോഴാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ടൈം ട്രേഡിങ്ങിന് വേണ്ടി എടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു സ്കില്ലിനെ ബ്ലെയിം ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റീനെ ബ്ലെയിം ചെയ്യാനോ ഇതിനെ സംശയിക്കാനോ നിൽക്കുന്ന സാഹചര്യം ഭയങ്കര കുറവാണ്. ഞാൻ കണ്ടത് വെച്ചിട്ട് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ട്രേഡിങ്ങിലേക്ക് വരുന്നതിൽ ഒരു എഡ്ജ് കിട്ടുന്നതിന് മുന്നേ കിട്ടിയ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ. അതായത് ഞാൻ സംസാരിച്ചിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ട് ഞാൻ പറയാണ്, അതായത് ദേ ഹാവ് ട്രൈഡ് എ ലോട്ട് എന്നാണ്. ദാറ്റ് ഡസൻറ്റ് മീൻ യു ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് പ്രോഫിറ്റബിൾ. ആക്ച്വലി ഏറ്റവും വലിയൊരു മിത്താണ് യു ആർ നോട്ട് ഗിവിങ് അപ്പ്. നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ അർത്ഥം ദാറ്റ് ഡസൻറ്റ് മീൻ നിങ്ങൾ സക്സസ് ആവുമെന്നല്ല. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ ഭയങ്കര ഇതാണ്, കൺസിസ്റ്റൻ്റ് ആണ്, ഭയങ്കര ഇതാണ്, ഭയങ്കര കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോട്ട് നിങ്ങൾക്ക് വന്ന് കറക്റ്റായിട്ടാണ് നിങ്ങൾ എല്ലാം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ ഗിവ് അപ്പ് ചെയ്യത്തില്ല എന്നുള്ളൊരു സംഭവത്തിൽ നിങ്ങൾ മുമ്പോട്ട് പോകണമെങ്കിൽ സ്റ്റിൽ യു ആർ നോട്ട് സീയിങ് എനി റിസൾട്ട്. ദാറ്റ് മീൻസ് നിങ്ങളുടെ പാത്ത് റോങ് ആണ്. ഞാൻ പാത്ത് എന്ന് പറയുന്ന ഒരു സീരീസ് എനിക്ക് തോന്നുന്നു 1 വർഷം മുന്നേ യൂട്യൂബിൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ എൻ്റെ ഒരു മേജർ തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത് തന്നെ പാത്ത് കറക്റ്റ് ആക്കുക. ഐ മീൻ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ അവരുടെ പാത്ത് കറക്റ്റ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. നിങ്ങൾക്ക് A എന്ന് പറയുന്ന ഡെസ്റ്റിനേഷൻ B എന്ന് പറയുന്ന A എന്ന് പറയുന്ന ഡെസ്റ്റിനേഷനിലാണ് നിങ്ങൾക്ക് എത്തേണ്ടത്. B എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഒരു ഡയറക്ഷനാണ്. അപ്പം നിങ്ങൾക്ക് എയിലോട്ട് രണ്ടും ഒരേപോലത്തെ റോഡ് ആക്ച്വലി. അതായത് രണ്ട് ഡയറക്ഷനിലെത്തും, പക്ഷെ ഒരേപോലത്തെ റോഡാണ്. അപ്പോൾ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണ് A എന്ന് പറയുന്ന ഡയറക്ഷനിലേക്ക് എത്താം, പക്ഷെ നിങ്ങൾ ഓടുന്ന B എന്ന് പറയുന്ന ഡയറക്ഷനിലേക്കാണ്. അപ്പോൾ നിങ്ങളുടെ പാത്ത് അവിടെ റോങ് ആണ്. നിങ്ങൾ കാണുന്ന കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം നിങ്ങളെന്താ ഓടുന്നു, നിങ്ങൾ പിറ്റേ ദിവസം ഓടുമ്പോഴായാലും നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, നിങ്ങളുടെ ഇൻഡറൻസ് കൂടുന്നുണ്ട്, നിങ്ങൾ കൂടുതൽ കിലോമീറ്റേഴ്സ് കവർ ചെയ്യുന്നുണ്ട്. പക്ഷേ യു ആർ നോട്ട്, നിങ്ങൾ ആ എൻഡ് ഡയറക്ഷനിലേക്കല്ല നിങ്ങൾ ഓടി എത്തുന്നത്. അപ്പോൾ പാത്ത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാത്ത് കറക്റ്റ് അല്ല എങ്കിൽ യു ആർ റൂയിൻ നിങ്ങളുടെ സമയം വെറുതെ കളയാണ്. നിങ്ങളുടെ പാത്ത് കറക്റ്റ് ആയിരിക്കണം. നിങ്ങൾ ചെയ്യുന്ന കാര്യം, നിങ്ങൾ ചൂസ് ചെയ്യുന്ന മാർക്കറ്റ്, നിങ്ങൾ സംസാരിക്കുന്ന ആൾക്കാർ, നിങ്ങൾ ചൂസ് ചെയ്യുന്ന നിങ്ങൾക്ക് മെൻറ്റർ ഉണ്ട്, നിങ്ങളുടെ ചൂസ് ചെയ്യുന്ന നിങ്ങളുടെ മെൻറ്റർ, നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഗേൾ ഫ്രണ്ട്, നിങ്ങൾ വാച്ച് ചെയ്യുന്ന യൂട്യൂബ് വീഡിയോസ്, നിങ്ങൾ റീഡ് ചെയ്യുന്ന ബുക്ക്, ഇതെല്ലാം ആണ് നിങ്ങളുടെ പാത്ത് കറക്റ്റാക്കുന്ന ഒരു സംഭവം ആക്ച്വലി. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നതെങ്കിൽ ജസ്റ്റ് ലുക്ക് ആഫ്റ്റർ. നിങ്ങൾ പുറമോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ഞാൻ ഇത്രയും നാൾ ഓടി വന്ന വഴി ഞാൻ പോകേണ്ട ഡെസ്റ്റിനേഷനിലോട്ടുള്ളതാണോ അതോ വേറെ വഴിയാണോ എനിക്ക് വേണ്ടതെന്നുള്ളത്. ഞാൻ ഈ ഒരു വീഡിയോ പറയുന്നത്, ഈ ഒരു വീഡിയോ കാരണം നിങ്ങളുടെ പാത്തിനെ നിങ്ങൾ ഒരിക്കലും ഡൗട്ട് ചെയ്യുകയല്ല വേണ്ടത്. നിങ്ങളൊന്ന് ഫാക്ട് ചെക്ക് ചെയ്താൽ മതി. ഒന്ന് പുറമോട്ട് തിരിഞ്ഞു നോക്കി ഇത്രയും നാളും വന്ന വഴി എന്താണ് ആക്ച്വലി എന്നുള്ളത് ചിന്തിച്ചാൽ മതി. ഓക്കെ. പിന്നെ എസ്പെഷ്യലി ഈ ഒരു കാര്യം മെയിനായിട്ട് ചിന്തിക്കുന്നത്, ഇപ്പം ഞാൻ ഈ പറഞ്ഞൊരു കാര്യം മെയിനായിട്ട് നിങ്ങൾ അത്യാവശ്യം ട്രേഡിങ്ങിൽ നിന്ന് അത്യാവശ്യം ഒരു ഇൻ്റർമീഡിയറ്റ് ആൾക്കാരെങ്കിലും ആയിരിക്കുമല്ലോ ഇങ്ങനത്തെ ഒരു അത്യാവശ്യം ഈ ഒരു ലെവലിൽ വന്നിട്ടുള്ളത്. ഇനി ബിഗിനേഴ്സ്, വേറൊരു കാര്യമാണ് ഇതിനകത്ത് മെയിനായിട്ട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഈ എത്ര വയസ്സ് മുതൽ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ എത്ര വയസ്സ് വരെ ട്രേഡിങ് നോക്കാം എന്നുള്ളൊരു സംഭവം. എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഏജ് എന്നുള്ളൊരു സംഭവം ഇതിനകത്ത് വലിയ മാറ്റർ അല്ല. എങ്കിൽ തന്നെയും ഞാൻ ഇതിനെപ്പറ്റി നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കുറച്ചുകൂടി ഏർലി ഏജ് ആണെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ലൈഫ് കുറച്ച് കുറഞ്ഞിരിക്കും. ഇപ്പോൾ ഒരു 18 വയസ്സുള്ള ഒരു ചെറുക്കൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ല ഒരു 30 വയസ്സുള്ള ഒരാളുടെ റെസ്പോൺസിബിലിറ്റി. ബിക്കോസ് അയാൾക്ക് ഫാമിലി ഉണ്ട്, അയാൾക്ക് ടേക്ക് കെയർ ചെയ്യേണ്ട ആൾക്കാരുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്.
ഈ 18 വയസ്സുള്ള ആൾക്ക് ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ മറ്റ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പഠിക്കണം, നല്ലൊരു ഡിഗ്രി വേണം, നല്ല എഡ്യൂക്കേഷൻ വേണം. ഈ എഡ്യൂക്കേഷനെ പറ്റി ഞാൻ പറയാം കേട്ടോ, എഡ്യൂക്കേഷൻ ട്രേഡിങ്ങിൽ ആവശ്യമാണോ എന്നുള്ളതൊക്കെ ഞാൻ പറയാം. അപ്പം ഓരോരുത്തരുടെ പ്രായത്തിനനുസരിച്ചുള്ള റെസ്പോൺസിബിലിറ്റി അവർക്കുണ്ട്, അങ്ങനെ അല്ല ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതൊരു ഒരു ത്രാസിൽ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് കൂടുതൽ റെസ്പോൺസിബിൾ ആകേണ്ട പേഴ്സൺ എന്ന് പറയുന്നത് ഈ ഏജ് കൂടുതലുള്ള ആളാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് ഒരു പാത്ത് ബിൽഡ് ചെയ്ത് ക്ലിയർ ആയിട്ട് നിൽക്കാൻ പറ്റുന്നോ, എത്ര നിങ്ങളുടെ മുന്നിൽ തേച്ച്. ഇപ്പോൾ എക്സാമ്പിൾ പറയാം, 30 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ലെന്നൊന്നല്ല ഞാൻ പറയുന്നത്, അല്ല പെർസ്പെക്റ്റീവ് മാറുമെന്നല്ല. നിങ്ങൾ 30 വയസ്സുണ്ടെങ്കിൽ നിങ്ങൾ 50 വയസ്സുള്ള നിങ്ങളുടെ യുവർ സെൽഫിനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ സ്റ്റിൽ യങ്ങാണ്. നിങ്ങൾ 29 വയസ്സുള്ള ആളാണെങ്കിൽ 30ാമത്തെ വയസ്സിൽ നിങ്ങളെ ആ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ നിങ്ങൾ ഒരു വർഷം യങ്ങാണ് ബാക്കിലോട്ട്. അപ്പോൾ ഓരോ ദിവസവും യങ്ങാണ് നിങ്ങൾ, ഓരോ ദിവസം പുറമോട്ട് വരുന്നോറും. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത് വേറെ ഒരാളെ വെച്ച് കമ്പയർ ചെയ്ത് നിൽക്കരുത്. അതായത് നിങ്ങളുടെ എന്താണ് ഫ്യൂച്ചർ, നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ സെൽഫില്ലേ. അതായത് ഇപ്പം എനിക്കിപ്പം 25-26 വയസ്സാണ്, എനിക്ക് 26 കഴിഞ്ഞ ആഴ്ചയാണ് ആയത്. അപ്പം എൻ്റെ 30ാമത്തെ വയസ്സിനെ വെച്ചാണ് ഞാനിപ്പോൾ എന്നെ കമ്പയർ ചെയ്യുന്നത്. 30ാമത്തെ വയസ്സിൽ എനിക്ക് എടുക്കാവുന്ന പല റിസ്കുകളും എനിക്ക് ചിലപ്പം ആ സമയത്ത് എടുക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് റിഗ്രറ്റ് പറ്റരുത്. ഞാനിപ്പോൾ 20ാമത്തെ വയസ്സിൽ എടുക്കാത്ത റിസ്ക് ഞാനിപ്പോൾ അത് ഓർക്കുമ്പോൾ ട്രേഡിങ്ങിലേക്ക് വന്നതാണെങ്കിലും, എൻ്റെ 18ാമത്തെ വയസ്സിലൊക്കെയാണ് ഞാനിത് എക്സ്പ്ലോർ ചെയ്തെങ്കിലും ഞാൻ അന്ന് എനിക്കിതിനെപ്പറ്റി അറിയത്തില്ല. അതിനൊക്കെ ഇതായിട്ട് ടൈമുണ്ട് എന്ന് വേണേൽ വിളിക്കാം. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു കാര്യത്തിൽ ഏജ് ഭയങ്കര ഒരു മാറ്ററാണ്. അപ്പം ആ ഒരു പേഴ്സ്പെക്റ്റീവിൽ മാത്രമേ ഇതിനെ കാണുക. ദാറ്റ് ഡസൻറ്റ് മീൻ നിങ്ങൾക്കിപ്പോൾ ഒരു 50 വയസ്സായി അല്ലെങ്കിൽ 45 വയസ്സായി ഇനി ട്രേഡിങ് എനിക്ക് പറ്റത്തില്ല എന്നല്ല. പക്ഷെ നിങ്ങൾ 60 വയസ്സുള്ള ഓൾഡർ സെൽഫിനേക്കാളും നിങ്ങൾ എത്രയോ ബെറ്ററാണ് ഇപ്പം. അപ്പം അങ്ങനെ ചിന്തിച്ചിട്ട് വേണം ട്രേഡിങ്ങിലേക്ക് നിൽക്കാൻ. പിന്നെ എഡ്യൂക്കേഷൻ ആൻഡ് യുവർ ഇൻഫോർമേഷൻ കേപ്പബിലിറ്റീസ്, ഡസ് ഇറ്റ് റിയലി മാറ്റർ? ഒബ്വിയസ്ലി. ഞാൻ പറയട്ടെ, ഞാൻ ഇടയ്ക്കൊക്കെ കേട്ടിട്ടുള്ളൊരു സംഭവമാണ്, നമുക്ക് എഡ്യൂക്കേഷൻ വേണ്ട, അല്ലെങ്കിൽ നമുക്കൊരു ഡിഗ്രി വേണ്ട, അല്ലെങ്കിൽ നമുക്ക് എഡ്യൂക്കേഷനും ഹാസ് നത്തിങ് ടു ഡു വിത്ത് അവർ ലൈഫ്. ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയല്ല അത് പറയേണ്ടത്. ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യവും കറക്റ്റാണ്. അതായത് ഇപ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലോ, അല്ലെങ്കിൽ ഇപ്പം എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനോ എന്തെങ്കിലും ഒരു ജോബ് ഓറിയൻറ്റഡ് കോഴ്സ് പഠിപ്പിക്കുന്ന അതിനകത്ത് എത്ര പേർക്ക് ജോലി കിട്ടുന്നുണ്ട്? അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് സ്കാം അല്ലേ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ പഠിച്ചത് BBA ഏവിയേഷനാണ്. അതിനകത്ത് ഞങ്ങൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 10-25, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, 10-25-28 പേര് നമ്മൾ ആ ഒരു BBA വിത്ത് ഏവിയേഷൻ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരാൾക്ക് പോലും ഇതുവരെ ജോലി കിട്ടിയിട്ടില്ല. പഠിച്ചിറങ്ങിയിട്ട് ഇപ്പോൾ 5-6 വർഷം, ഒരാൾക്ക് പോലും അതിൽ സസ്റ്റെയിൻ ആയിട്ട് ജോലി കിട്ടിയിട്ടില്ല. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത് സ്കാം അല്ലേ? അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാം സ്കാമാണ്. നമ്മൾ പേഴ്സ്പെക്റ്റീവിൽ എടുക്കുന്നതിലാണ് കാര്യം. അതായത് അന്നത്തെ കാലത്ത് എനിക്കത് ചിന്തിക്കാനുള്ളൊരു ബുദ്ധിയില്ലായിരുന്നു. ആക്ച്വലി എനിക്കത് വേണോ, ഞാൻ ഫ്യൂച്ചറിൽ ഇത് കൊണ്ട് ഇതാണോ എൻ്റെ ലൈക്ക്, ഇത് വെച്ചിട്ടാണോ ഞാൻ ഇനി അതായത് ഞാനിപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു 5 വർഷം കഴിഞ്ഞാൽ ഞാൻ അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ് ഒന്നും എനിക്ക് അന്നില്ലായിരുന്നു ആക്ച്വലി. അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കാത്ത ആൾക്കാർ ഇപ്പോൾ നിങ്ങളൊരു നോർമൽ ഒരാളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഐ വാണ്ട് ടു ബിക്കെയിം ദിസ് എന്നുള്ള ലെവലിലാണ് ഇതെടുക്കുന്നത്, ഒരു കോഴ്സ് എടുക്കുന്നതാണ്. ഇപ്പോൾ ഒരു ഡോക്ടർ ആവുന്നതാണെങ്കിൽ എന്താണെങ്കിലും അങ്ങനെ ആവുന്നത്. പക്ഷേ അവർക്കത് അഡാപ്റ്റബിൾ ആണോ, മെൻ്റലി ഞാൻ ഓക്കെ ആണോ, ഒരു 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മെൻ്റൽ പ്രോസസ്സ് എന്തായിരിക്കും, ഈ കാര്യങ്ങളെല്ലാം ചിന്തിച്ചിട്ട് വേണം നമ്മളൊരു കോഴ്സ് എടുക്കാനും കാര്യങ്ങളൊക്കെ. പിന്നെ നിങ്ങളൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിക്കുമ്പോൾ നിങ്ങൾ യു ആർ നോട്ട് ജസ്റ്റ് ലേണിംഗ് ദ ലെസൺസ്. ലൈക്ക് എനിക്കിപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ബാംഗ്ലൂർ പോയി ഡിഗ്രി പഠിച്ചതാണ് എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചെന്ന് ഞാൻ പറയാം. ഒബ്വിയസ്ലി അതിനൊരു റീസൺ ആയെന്ന് പറയുന്നത് ഡിഗ്രിയാണ്. ഇപ്പം ഫിസിക്സിൽ നമ്മളൊരു എക്സ്പെരിമെൻ്റൽ കോസാലിറ്റി എന്ന് പറയും. അതായത് ഞാൻ ഈ ട്രേഡിങ്ങിലേക്ക് വരാൻ ജീവിതം പഠിച്ചു തന്നെ ഞാൻ ബാംഗ്ലൂർ പോകാനൊക്കെയാണ്. പട്ടിണി പഠിച്ചതും ഒരു നേരത്തെ ആഹാരം സമയത്ത് പൈസ ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല, ലൈക്ക് ഇപ്പം വീട്ടിൽ നിന്ന് പൈസ അയച്ചു തരും, അങ്ങനെയൊന്നും ദാരിദ്ര്യം പറയുന്നൊന്നും അല്ല. പക്ഷേ ബാംഗ്ലൂരൊക്കെ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് അറിയത്തില്ല, നല്ല എക്സ്പെൻസാണ് ആക്ച്വലി. ഇത്ര ക്യാഷ് എമൗണ്ട് അയച്ചെന്നാൽ ഇവർ അയച്ചു തരുന്നതിനാലും നമുക്ക് മേടിക്കുന്നതിനൊരു ഉളുപ്പില്ലേ, ചടപ്പില്ലേ. അപ്പോൾ അങ്ങനെ ആണെങ്കിലും നമുക്ക് അറിയാം എത്രത്തോളം എമൗണ്ട് നമുക്കൊരു മാസം ചിലവാകും. അങ്ങനെ കാറ്ററിംഗ് വർക്കിനും അവിടെ ഇവിടെയൊക്കെ പോയിട്ടാണ് ആക്ച്വലി ആ ഒരു സംഭവം തള്ളി നീക്കിയത്. ഞാൻ പറഞ്ഞതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പേഴ്സ്പെക്റ്റീവിൽ ഇപ്പം എഡ്യൂക്കേഷൻ കാരണം അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് എന്താ തന്നേന്ന്, എനിക്ക് എന്താ കിട്ടിയത്, ബാംഗ്ലൂർ പോയി കിട്ടിയതെന്ന് പറയുന്നത് ലൈഫ് ലെസൺസ് ആണ്. ഒന്നാമത്തെ കാര്യം ഞാൻ പഠിച്ചത് ക്യാഷിൻ്റെ വാല്യൂ, പൈസയുടെ ഇമ്പോർട്ടൻസ്, ഹാർഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്, ജോലി ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്. ഞാൻ കാറ്ററിങ്ങിനൊക്കെ പോകുമ്പോഴായാലും ആ ഒരു പേഴ്സ്പെക്റ്റീവിൽ നിന്നിട്ട് ലൈഫിനെ കാണാൻ തുടങ്ങി. ലൈക്ക് എന്താണ് ആക്ച്വലി
ഞാനിവിടെ ഒരു വൈറ്റ് കോളർ ജോബ് പഠിക്കാൻ വന്ന ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ഒരിക്കലും ജോബിനെ കുറ്റപ്പെടുത്തുമല്ല കേട്ടോ, ഒരു കാറ്ററിംഗ് വർക്കിന് അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. ഞാൻ പറയാം എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ അങ്ങനെയൊക്കെയാണ്. ലൈക്ക് ഇപ്പം ഞാൻ കാറ്ററിംഗ് വർക്കിന് പോയി ഞാൻ ക്യാഷ് ഉണ്ടാക്കുന്നു. പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് ബാംഗ്ലൂരേക്ക് വന്ന് ഈ കോഴ്സ് എടുക്കാൻ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു വൈറ്റ് കോളർ ജോബ് വേണം, ആൾക്കാരുടെ മുന്നിൽ നല്ല ഡിഗ്നിറ്റി ഉള്ള ഒരു പറയത്തക്ക ഒരു ജോബ് എനിക്ക് വേണം, അത് ഏവിയേഷൻ ഫീൽഡ് അടിപൊളിയാണ്. പിന്നെ എനിക്കത് എൻ്റെ കപ്പ് ഓഫ് ടീ അല്ല എന്ന് മനസ്സിലായി ഞാൻ അവിടെ സ്കിപ്പ് ആവാണ് ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞത്, നിങ്ങളൊരു ഡിഗ്രി എടുക്കുമ്പോഴായാലും യു ആർ നോട്ട് ജസ്റ്റ് ഗെറ്റിംഗ് ദ ലെസൺസ്, അല്ലെങ്കിൽ ആ ഒരു സിലബസ് പഠിക്കുക എന്നുള്ളതേ അല്ല. ലിറ്ററലി അതൊരു എനിക്ക് തോന്നുന്നു ഒരു 0.5% ഒക്കെ നിങ്ങളുടെ ലൈഫിൽ അത് ആപ്ലിക്കബിൾ ആവത്തുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾ ലൈഫിൽ പഠിക്കുന്ന ഒരു ലെസൺസ്. നിങ്ങൾക്ക് ആ ഒരു സമയത്ത് കിട്ടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ആ സമയത്തായിരിക്കും നിങ്ങൾക്ക് ഗേൾ ഫ്രണ്ട് കിട്ടുക, ആ സമയത്തായിരിക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആ ഒരു ഏജ് എന്ന് പറയുന്ന ആ ഒരു ഏജ് ടൈം ഒരു 17 മുതൽ 24-25 വയസ്സ് വരെയുള്ള ഒരു സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു മോസ്റ്റ് ഓഫ് ദി ഇമോഷൻസ് നിങ്ങൾ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ വീട്ടിലല്ലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കോളേജിലായിരിക്കും ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഇതെല്ലാം ആ ഒരു ഏരിയയിലാണ്. അപ്പം ഇതെല്ലാം ഇമോഷണലി നിങ്ങളെ മെച്യൂർ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സിലബസ് ഒബ്വിയസ്ലി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ജോലി കിട്ടും എന്നുള്ളത് മാത്രമാണ്. ഡിഗ്രി ആവശ്യമുണ്ടോ? ഒബ്വിയസ്ലി എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഡിഗ്രി എന്നുള്ള പേഴ്സ്പെക്റ്റീവിൽ നിങ്ങൾക്ക് ജോബ് വേണം, അതാണ് നിങ്ങളുടെ ഇപ്പം ഡിഗ്രി ആണ് ബേസിക് ഒരു എഡ്യൂക്കേഷൻ ലെവൽ എന്ന് ആക്കി കഴിഞ്ഞ് ഡിഗ്രിയുടെ ആവശ്യം ഉണ്ടല്ലോ ഒരു ജോലി ചെയ്യുന്ന ഒരാൾക്ക്. 10ാം ക്ലാസ് ആണ് ഇപ്പോൾ ഒരു ബേസിക് ഒരു സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യം ഉണ്ടല്ലോ ഒരു ജോലി കിട്ടുന്ന ഒരാൾക്ക്. അപ്പോൾ ഡിഗ്രി വേണം ഒബ്വിയസ്ലി. വേണ്ടവർക്ക് വേണം, വേണ്ടാത്തവർക്ക് വേണ്ട, അതാണ്. അല്ലാതെ ഇതൊരു കോമൺ, അതായത് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇനി ട്രേഡിങ്ങിൽ എഡ്യൂക്കേഷൻ്റെ ആവശ്യമുണ്ടോ? ഒബ്വിയസ്ലി യെസ്, നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ എഡ്യൂക്കേഷൻ്റെ ആവശ്യമുണ്ട്. കാര്യം ട്രേഡിംഗ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു പണിയില്ലാത്തതിന് പറഞ്ഞിട്ടുള്ള ജോലിയല്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ വയ്യ, എനിക്ക് ഫ്രീഡമാണ് വേണ്ടത്, എനിക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം ആണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ചാടി ഇറങ്ങാൻ പറ്റുന്ന ഒരു ഫീൽഡ് അല്ല ട്രേഡിങ്. ട്രേഡിങ്ങിൽ നിങ്ങളുടെ ഇൻഫോർമേഷൻ, നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് ഭയങ്കര മാറ്ററാണ് ആക്ച്വലി. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതൊരു തോട്ട് പ്രോസസ്സാണ്, രണ്ടാൾക്കാരുടെ തോട്ട് പ്രോസസ്സ് എന്ന് ഞാൻ പറയാം. അതായത് ഞാൻ അഗൈൻ പറയുന്നു, ഒരു റോഡിൽ കൂടെ ഒരാൾ പോവാണ്. അപ്പം ആള് ആക്സിഡൻ്റ് ആയി. എല്ലാം ഞാൻ നെഗറ്റീവാണ് പറയുന്നത്, എന്നാലും നിങ്ങളെ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുക. ആൾ ആക്സിഡൻ്റ് ആയി. അപ്പോൾ ആക്സിഡൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ അവിടെ തടിച്ചു വിടും, ഉറപ്പാണ്. അതിനകത്ത് ഈ ആൾക്കാരിൽ പല ഡിഫറെൻറ്റ് മൈൻഡ് സെറ്റ് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. ഒന്നാമത്തെ ആൾക്കാർ പറയും, ഇവനെ അറിയാവുന്ന കുറച്ച് നാളും കൊണ്ട് അറിയാവുന്ന ആൾക്കാരാണ്, ഇവൻ്റെ ആ കുണം കൊണ്ടാണ് ഇവൻ ഈ അബദ്ധമെല്ലാം പറ്റുന്നത്, ഇവനെ എവിടെ പോയി, ഇവന് ഭയങ്കര ഓവർ സ്പീഡ് അതായതാണ്. പക്ഷേ ഇതിൻ്റെ സയൻറ്റിഫിക് റീസൺ ആയിട്ട് ഇൻഡെപ്തായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ ഈ റോഡിൽ കുഴി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവൻ്റെ കുഴപ്പമാണോ, അത് ആരെങ്കിലും കുറുക്ക് അടിയതാണ്. ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ആ ഒരു എഡ്യൂക്കേഷൻ വഴി നമുക്ക് കിട്ടുന്ന ഒരു നോളജാണ്. ആക്ച്വലി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന വഴി നമുക്ക് കിട്ടുന്ന ഒരു നോളജാണ് ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നോട്ട് ജസ്റ്റ് ഈ സൈൻ കോസ് തീറ്റ അതിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. അതായത് നമ്മളല്ലാതെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് ഫിസിക്സിൻ്റെ ലിറ്ററസി ഉണ്ടായത് കുറേയൊക്കെ ഞാൻ +1 +2 പാഠങ്ങൾ പഠിച്ചണക്കെയാണ്. എനിക്കങ്ങനെയാണ്, എനിക്ക് അതിനോടുള്ളൊരു ആഗ്രഹം ഉണ്ടായത് തന്നെ ആ ഒരു സബ്ജക്റ്റ് ഞാൻ കേട്ടണക്കെയാണ്. ആ സബ്ജക്റ്റ് കേട്ട് അതിനെ ഇൻഡെപ്തായിട്ട് പഠിക്കാൻ തുടങ്ങിയണക്കെയാണ് എനിക്ക് ഫിസിക്സിനോട് ഏറ്റവും കൂടുതൽ, ആസ്ട്രോഫിസിക്സിനോട് ഏറ്റവും കൂടുതൽ താല്പര്യം ഉണ്ടായത്. അപ്പം എഡ്യൂക്കേഷൻ നിങ്ങളെ ഇങ്ങനെ പല കാര്യങ്ങളിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. അതിനെ നല്ല പേഴ്സ്പെക്റ്റീവായിട്ട് എടുക്കുന്നത് ആണ് ഏറ്റവും കാര്യം. ഇപ്പോൾ എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ ഡിഗ്രിയിൽ പഠിച്ച ബിസിനസ് സ്റ്റഡീസിനകത്ത് ഒരു ചാപ്റ്ററിൻ്റെ പേര് പോലും എനിക്ക് ഓർമ്മയില്ല. കാര്യം എനിക്കത് ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല. പക്ഷേ പല കാര്യങ്ങളും എനിക്ക് അവിടെ എന്നെ ഫീസ് കൊടുക്കാത്തതിനെ എണീപ്പിച്ച് നിർത്തിയതും ക്ലാസ്സിന് അറ്റൻഡൻസ് ഇല്ലാത്തതിന് എക്സാം എഴുതിപ്പിക്കാത്തതെല്ലാം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കാര്യം മനസ്സിലായി, നമ്മൾ ഓർത്ത് വെക്കുന്നത് ചാപ്റ്റേഴ്സ് അല്ല, നമ്മൾ ഓർത്ത് വെക്കുന്ന അനുഭവങ്ങളാണ് നമുക്കുണ്ടാകുന്നത്. അപ്പോൾ ഓരോരോ നമ്മൾ ഇപ്പം പക്ഷേ എനിക്ക് മലയാളമാണ് സെക്കൻഡ് ലാംഗ്വേജ് ഞാൻ എടുത്തത് ബാംഗ്ലൂർ പഠിക്കുന്ന സമയത്ത്. അവിടെ പഠിപ്പിച്ച ഒരു ലെസൺ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാര്യം അതൊരു ജീവിത അനുഭവമാണ് അതിനകത്തൂടെ ഞാൻ പഠിച്ചത്. ആക്ച്വലി പറഞ്ഞ് മനസ്സിലായി, നമ്മൾ പഠിക്കുമ്പോഴായാലും എന്താണ് ആക്ച്വലി ലേൺ ചെയ്യുന്നതിലാണ് കാര്യം. അപ്പം ഇതെല്ലാം ട്രേഡിങ്ങിനെ എഫക്റ്റ് ചെയ്യും. പിന്നെ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ബേസിക് മാത്തമാറ്റിക്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇഫ് യു വാണ്ട് ടു ബി എ ട്രേഡർ. ഞാൻ പറയുന്നത് വലിയ റോക്കറ്റ് സയൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതെന്നല്ല, ഇൻറ്റഗ്രേഷൻ ഡീവിയേഷൻ അതൊന്നുമല്ല ഞാൻ പറയുന്നത്. ജസ്റ്റ് ഇൻറ്റു ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനും ഡിവൈഡ് ചെയ്യാനും കൂട്ടാനും കുറയ്ക്കാനും അറിഞ്ഞാൽ മതി.
എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പം നിങ്ങൾ വേണം ചിന്തിക്കാം, പൊസിഷൻ സൈസ് കാൽക്കുലേറ്റർ ഉണ്ടല്ലോ, നമുക്ക് ഡയറക്റ്റ് ഓട്ടോമാറ്റ് ചെയ്തുകൂടെ എന്നൊക്കെ. പക്ഷേ ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ, ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം വരെ ഞാൻ എല്ലാം മൈൻഡ് കാൽക്കുലേഷനാണ്. ട്രയൽ എൻട്രി നേരമാണെങ്കിലും ഇപ്പം ഞാൻ പെട്ടെന്ന് ലൈവ് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരുമിച്ചിരുന്ന് ലൈവ് ട്രേഡ് ചെയ്യുമ്പോഴായാലും ആൾക്കാർ ചോദിക്കും ഇത്ര പെട്ടെന്ന് ട്രയൽ എൻട്രി കറക്റ്റ്, ഏകദേശം കറക്റ്റ് റിസ്കിൽ അത് ഇത് ചെയ്ത് നമ്മൾ ആ ഒരു കാൽക്കുലേഷനിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ എനിക്കൊരു ചെറിയൊരു ബേസ് മാത്തമാറ്റിക്സിൽ ഉണ്ടായതുകൊണ്ടാണ് ഞാനത് പെട്ടെന്ന് ചെയ്യുന്നത്. അപ്പം എഡ്യൂക്കേഷൻ ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ആൻഡ് ഇൻഫർമേഷൻ. പിന്നെ സ്കൂളിങ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തരുന്ന ഒരു സിലബസ് പഠിക്കണോ ചോദിക്കുക, അതാണ് ആ പെർസ്പെക്റ്റീവിൽ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് മാൻഡറ്ററി, അല്ലെങ്കിൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ബിക്കെയിം എ ട്രേഡർ ഓർ ബിക്കെയിം സക്സസ് ഇൻ ലൈഫ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ പാത്ത് എത്രത്തോളം കറക്റ്റാണ് എന്നുള്ളൊരു പേഴ്സ്പെക്റ്റീവിൽ നിങ്ങൾ ചിന്തിക്കണം. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ബ്ലെൻഡ് ചെയ്ത് പറയണോ വേണ്ടായോ എന്നൊരു തോട്ടിലാണ് ഞാനിപ്പോൾ ഇങ്ങനെ കുറച്ച് ഷട്ട് ഡൗൺ ചെയ്തത് എൻ്റെ സൗണ്ട്. എന്നാലും പറയണം, ലൈക്ക് നിങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്താൽ പോലും, എല്ലാം കറക്റ്റാണ് ചെയ്തെങ്കിൽ പോലും പല ഏരിയസിലും നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ച റിസൾട്ട് ഉണ്ടാവത്തില്ല. സേ ഫോർ ആൻ എക്സാമ്പിൾ, എൻ്റെ സെറ്റപ്പ് ട്രേഡ് ചെയ്യുന്ന ഒരാളാണ് വിചാരിക്കുക. എൻ്റെ സെറ്റപ്പ് ഇപ്പം അത്യാവശ്യം നല്ല വിൻ റേറ്റ് ഉണ്ട്, കാര്യങ്ങൾ, പീപ്പിൾ ആർ പാസിങ് ദ ചലഞ്ച്, പീപ്പിൾ ആർ വിഡ്രോയിങ് ദ മണി, ആൻഡ് ഇറ്റ്സ് പ്രൂവൺ സെറ്റപ്പ്. ആൻഡ് അപ്പം ഈ സെയിം സെറ്റപ്പ് ഒരു ഡിസംബർ ജാനുവരി ഒരു സമയത്തേക്ക് വന്നിരുന്നിട്ട് ട്രേഡ് ചെയ്യാൻ വന്നിരുന്നു കഴിഞ്ഞാലോ അത് അത്ര വിൻ റേറ്റ് അതിനകത്ത് കാണാത്തതായിട്ട് കാണാം. ബിക്കോസ് അത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാങ്ക് ഹോളിഡേയ്സ്, ക്രിസ്മസ്, ന്യൂ ഇയർ, അതിൻ്റെയൊക്കെ നല്ല രീതിയിൽ ഹോളിഡേ, ലിക്വിഡിറ്റി ഇല്ലാത്ത മാർക്കറ്റായിരിക്കും, മാനിപ്പുലേഷൻസ് കൂടുതലായിരിക്കും. അപ്പം നിങ്ങളുടെ പാത്ത് കറക്റ്റാണ് ആ ഒരു സെറ്റപ്പിൽ. പക്ഷേ നിങ്ങൾ ആ ഒരു സമയത്താണ് മാർക്കറ്റിലേക്ക് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് 2 months നിങ്ങൾ ലോസിങ് സ്ട്രീക്കിലായിരിക്കും. പറഞ്ഞ് മനസ്സിലായോ? അപ്പം ഈ ഒരു സാധനോടെ മനസ്സിലാക്കുക, നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങളുടെ ഇൻഫർമേഷൻ, ഇതിന് ഏറ്റവും വലിയൊരു, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ട്രേഡിങ്ങിലേക്ക് വന്ന സമയത്ത്, ഞാൻ ഈ പറഞ്ഞത് തന്നെ, ഞാൻ ട്രേഡിങ്ങിലേക്ക് വന്ന സമയത്ത് എന്നെ ആരും ഗൈഡ് ചെയ്യാനില്ലായിരുന്നു. ലിറ്ററലി നോബഡി വാസ് ദേർ. ലൈക്ക് ഞാനെല്ലാം സെൽഫ് സ്റ്റഡിയാണ് ചെയ്തത്. ഇപ്പം എന്നോട് ചിലർ ചോദിക്കാറുണ്ട് ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചത്. ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചല്ല, ഞാൻ എൻ്റെ ഈ സെറ്റപ്പ് ഞാൻ ഓവർനൈറ്റ് മാർക്കറ്റിൽ കുത്തി എന്ന് ഡെവലപ്പ് ചെയ്തെടുത്തൊരു സെറ്റപ്പാണ് എൻ്റെ. അപ്പം നിങ്ങൾക്കും പറ്റും. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ആ ഒരു മെൻറ്റർഷിപ്പ് വേണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഒരാളുടെ ഹെൽപ്പ് വേണമെന്നോ ഒരു നിർബന്ധമില്ല. ഞാൻ ഒറ്റയ്ക്ക് പഠിച്ച ഒരാളാണ്. പക്ഷേ കൺസ്യൂം ലോട്ട് ഓഫ് ടൈം ഫ്രം മീ. എൻ്റെ ടൈം കുറേ അത് കൺസ്യൂം ചെയ്തു, എൻ്റെ കുറേ ക്യാഷ് അത് കൺസ്യൂം ചെയ്തു, ഞാൻ ചെയ്ത മിസ്റ്റേക്കുകൾ, കുറേ കാര്യങ്ങൾ. സോ ഒരു ട്രാക്ക് റെക്കോർഡ് ബിൽഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഒരു മെൻറ്റർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ തുടക്കത്തിലെ പേഴ്സ്പെക്റ്റീവ്. അതായത് നത്തിങ് ബട്ട് മൈ മിസ്റ്റേക്സ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഞാൻ അതിന് വെളിയിൽ വന്ന വഴി ആൻഡ് ഹൗ ഇതെങ്ങനെ മുമ്പോട്ട് പോകുന്നു, ഇഫ് ഐ എം പ്രോഫിറ്റബിൾ ഓർ നോട്ട് എന്നുള്ളൊരു സംഭവമാണല്ലോ ഫ്ലെക്സ് ചെയ്യേണ്ടത്. ആക്ച്വലി ഫ്ലെക്സ് ചെയ്യല്ല, ലൈക്ക് ഇപ്പോൾ ഞാനൊരു മെൻറ്റർഷിപ്പ് ചെയ്യുന്നുണ്ട്. ഒരാളിപ്പോൾ എൻ്റെ അടുത്ത്, ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു കീബോർഡ് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരാളുടെ അടുത്ത് പോകണം. നിങ്ങൾ ഈ കീബോർഡ് നല്ലപോലെ അറിയാവുന്ന ഒരാളുടെ അടുത്ത് നിങ്ങൾ പോയിട്ട് അത് പഠിക്കാനായിട്ട് ശ്രമിക്കത്തുള്ളൂ. അല്ലെങ്കിൽ കീബോർഡ് എന്താണ്, കീബോർഡ് എന്ന് പറയുന്ന ഒരു വേർഡ് എഴുതാൻ പോലും അറിയാത്ത ഒരാളുടെ അടുത്ത് വരും നിങ്ങൾ കീബോർഡ് പഠിക്കാൻ പോകത്തില്ല. അത്രയുള്ള ഞാൻ പെർസ്പെക്റ്റീവ്. അതായത് എനിക്ക് എന്താണ് മെൻറ്റർഷിപ്പ് കൊടുക്കാനുള്ളൊരു കേപ്പബിലിറ്റി അല്ലെങ്കിൽ ഒരു എന്താണ് പറയണ്ടേ, ഒരു യോഗ്യത എന്താണ് എന്നുള്ളതായിരുന്നു ഒരു ഫാക്ട് ചെക്കായിട്ട് ഞാനൊരു കുറച്ച് നാൾ എന്നെ കൊണ്ട് ഞാൻ കടത്തി വിട്ടുകൊണ്ടിരുന്നത്. ഞാൻ എന്നെ പല സിറ്റുവേഷനുകളെ കൊണ്ടുപോയി, മെൻ്റലി, ഫിസിക്കലി, സൈക്കോളജിക്കലി. പിന്നെ ഇനിയും എൻ്റെ ലൈഫ് അപ്ഡേറ്റ്സ് പറയുകയാണെങ്കിൽ, ഇതോടെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ കട്ട് ചെയ്യാം. എവറിത്തിങ് ഈസ് ഗോയിങ് വെൽ, ബൈ ഗോഡ് ഗ്രേസ്, ഗോയിങ് ഗുഡ്. എക്സ്പെക്റ്റ് ചെയ്യാത്ത പല കാര്യങ്ങളും ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പലതും ഭയങ്കര സന്തോഷം തരുന്നതാണ്, പക്ഷെ പലതും ഭയങ്കര മെൻ്റലി ഡിസാസ്റ്റർ, ഭയങ്കര മെൻ്റലി പിടിച്ച് കുലുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ബിക്കോസ് ഞാൻ ഈ ഒരു സമയത്ത് ഇപ്പോൾ ഞാൻ ഒരു ട്രേഡർ അല്ലായിരുന്നെങ്കിൽ ഇവിടെയൊക്കെ ഞാൻ പതറിപ്പോയേനെ, ഇവിടെയൊക്കെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയാത്ത ഈ ഡിപ്രഷനിലേക്കൊക്കെ പോയേനെ. ഞാൻ ഒരു ട്രേഡർ അല്ലായിരുന്നെങ്കിൽ. ഇപ്പോൾ എനിക്കറിയാം, ലൈക്ക് ആ ഒരു ലോജിക്കൽ തിങ്കിങ്ങിലേക്ക് ഞാൻ എത്തിപ്പെട്ടത് കൊണ്ട് മാത്രമാണ് വി ഹാവ് ടുമാറോ, അല്ലെങ്കിൽ ഒരു ബെറ്റർ ഒരു കയറ്റമുണ്ട് ഒരു ഇറക്കമുണ്ടെന്ന് പറയത്തില്ല, ആ ഒരു ലെവലൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത്. ദാറ്റ്സ് ഓൺലി ബിക്കോസ് ഐ എം എ ട്രേഡർ. ഇനി ഇങ്ങനെ ചിന്തിക്കുന്നവരല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ട്രേഡർ ആയാലും ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു ന്യൂട്രൽ രീതിയിലാണ് ഇപ്പോൾ ലൈഫ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പല കാര്യങ്ങളും ലൈഫിൽ എക്സ്പെക്റ്റ് ചെയ്യാത്തതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു.
എന്നെ അതിൽ നല്ല രീതിയിൽ തന്നെ മെൻ്റലി ഡൗൺ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ എക്സ്പെക്റ്റ് ചെയ്യാത്ത നല്ല നല്ല കുറേ ബ്ലെസ്സിങ്ങുകൾ എനിക്ക് ദൈവം തന്നുകൊണ്ടിരിക്കുന്നു. ആൻഡ് ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. കഴിഞ്ഞ വർഷം ഇല്ലാത്ത പല കാര്യങ്ങളും എനിക്ക് ഈ വർഷം ഉണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം ആഗ്രഹിച്ച പല കാര്യങ്ങളും ഇതിപ്പം ഓഗസ്റ്റാണ്, ഓൾമോസ്റ്റ് ഒരു പകുതി കഴിയുമ്പോഴത്തേനും എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. ഐ എം സോ ഹാപ്പി, ഐ എം സോ ബ്ലെസ്ഡ്. ആ ഒരു കാര്യത്തിലാണ്. അതെൻ്റെ കഴിവോ എൻ്റെ മിടുക്കൊന്നല്ല ഞാൻ പറയുന്നത്. ഐ ഗോട്ട് ഇറ്റ്, ഇത്രയേ ഉള്ളൂ. സോ എൻ്റെ ലൈഫ് ഇപ്പോൾ ഒരു ന്യൂട്രൽ രീതിയിൽ മുമ്പോട്ട് പോവാണ്. അത്ര വാവ് ഫാക്ടറായിട്ട് പറയാനായിട്ടൊന്നും ഇല്ല. അതേപോലെ തന്നെ ഡിസാസ്റ്റർ ആയി പോയെന്നും അങ്ങനെയൊന്നും പറയാൻ, ലൈക്ക് ഈസ് ന്യൂട്രൽ. എനിക്ക് വേണമെങ്കിൽ ഇതിന് 2 ലെവലിലേക്ക് വേണമെങ്കിലും കൊണ്ടുപോയി എത്തിക്കാം. ഞാൻ പറഞ്ഞ് മനസ്സിലായി. അതായത് ആ ഒരു വാവ് ഫാക്ടറാക്കാൻ വേണമെങ്കിലും പറ്റും ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ. എനിക്കതിനുള്ള ഉറപ്പുണ്ട്. എനിക്കത് ഒരു പേടിയില്ലാതെ വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ ഏറ്റവും ഡിസാസ്റ്ററിലേക്ക് കൊണ്ടുപോകാം. ഇറ്റ്സ് അബൌട്ട് ഹിയർ. ഞാനിപ്പോൾ ഇത് ന്യൂട്രലായിട്ട് കൊണ്ടുപോകുന്ന തന്നെ പല ഏരിയസിലും എനിക്കൊരു ഇമോഷണൽ ഡിസിഷൻ കുറച്ചുകൂടെ മെച്ചുവറായിട്ട് എടുക്കണം എന്നുള്ള മൈൻഡ് സെറ്റിലാണ് അതിനെ അങ്ങനെ രീതിയിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ആൻഡ് അബൌട്ട് ഫാമിലി, എവറിത്തിങ് ആൻഡ് everyone are fine. They are doing good and they are also happy. പതിയെ അവർക്ക് ഈ ഗെയിം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വരുന്നു. പഴയ പോലെ പ്രഷറോ കാര്യങ്ങളൊന്നും ഇല്ല. ഐ മീൻ ടു ദിസ് ഗെയിം. സംടൈംസ് പല സിറ്റുവേഷൻസൊക്കെ ലൈഫിലുണ്ടാകുമ്പോൾ ഓരോ ആൾക്കാർ ചോദിക്കാറുണ്ട്, കല്യാണം കഴിക്കണ്ടായോ, ഐ മീൻ പെണ്ണിൻ്റെ തന്തയോട് എന്താ പറയും, ഇങ്ങനെയുള്ള സിനാരിയോ ഒക്കെ വരുമ്പോൾ ട്രേഡർ എന്ന് പറയുമ്പോൾ അവർ പുറമോട്ട് നിൽക്കാറുണ്ട്. ബട്ട് സ്റ്റിൽ ബിക്കോസ് ഇപ്പം എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മളെ മനസ്സിലാക്കി, ഇപ്പം ഞാൻ പറഞ്ഞില്ല ഞാനൊരു ജോലിക്ക് പോകാൻ പോകുന്നില്ല. ഇനിയിപ്പം ഞാൻ ജോലിക്കാരനാണ് എന്ന് പറഞ്ഞിട്ടൊരു കള്ളം പറഞ്ഞൊരു പെണ്ണിനെ കെട്ടിയിട്ട് പിന്നീട് പിറ്റേ ദിവസം പോലെ ഞാൻ വീട്ടിൽ കുത്തിയിരുന്ന് കഴിഞ്ഞാൽ അതിൽ കാര്യമില്ലല്ലോ. അപ്പോൾ എന്നെ എന്താണോ ഞാൻ അതിനെ കംപ്ലീറ്റ്ലി മനസ്സിലാക്കി നിൽക്കുന്ന ഒരാളായിരിക്കണമല്ലോ ലൈഫ് പാർട്ട്ണർ എന്ന് പറയും. സോ ആ ബ്ലെസ്സിങ് എനിക്ക് ഓൾറെഡി ദൈവം തന്നിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇറ്റ് ഈസ് ദെയർ. സോ ഐ എം സോ ഹാപ്പി ആസ് എ ട്രേഡർ, ആസ് എ ഹ്യൂമൻ ബീങ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ എർത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ പറയുന്നത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഹാപ്പി. പിന്നെ ഈ ചെയ്യുന്ന ട്രേഡും ഇതെല്ലാം to escape from this reality. God is good. God is always good. Because ആ ഒരു റീസൺ മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നതും സംസാരിക്കുന്നതും. വാട്ട് എവർ ഐ ഹാവ് ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ഗോഡ്. യു ഓൾവേസ് താങ്ക് യു. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ്സ് മൈ പെർസ്പെക്റ്റീവ്. എത്തിസ്റ്റ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സോറി ഫോർ ദാറ്റ്. ലൈക്ക് ഇറ്റ് ഈസ് മൈ പെർസ്പെക്റ്റീവ്. ഇറ്റ്സ് നോട്ട് ദ ഫാക്ട് ഓർ ഇറ്റ് ഈസ് നോട്ട് ദ 100% obvious thing, but this is what I am. This is how I am. Thank you for watching.